ഗൈസ് പലരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു സൂപ്പർ ലീഗ് കേരളയെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരാനെന്നുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. അതായത് ഏതൊക്കെ ടീമുകൾ, ആരൊക്കെയാണ് അതിൻ്റെ ഓണേഴ്സ്, ഏതൊക്കെ വെന്യൂസിൽ വെച്ചായിരിക്കും നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. 6 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിലെ 6 സിറ്റീസിൽ നിന്നായിരിക്കും ക്ലബ്ബുകൾ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ട്രിവാൻഡ്രം, കൊച്ചി, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ സിറ്റികളിൽ നിന്നാണ് ഉണ്ടാകുക. എന്നാൽ ഒരു ഹോം വെന്യൂസ് എന്ന നിലയിൽ അല്ലെങ്കിൽ വെന്യൂസ് എന്ന നിലയിൽ 3 വേദികളായിരിക്കും ഉണ്ടാകുക. 2 ടീമുകൾക്ക് ഒരു ഹോം വേദി എന്ന നിലയ്ക്കായിരിക്കും ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ കൊച്ചി, ട്രിവാൻഡ്രം ടീമുകൾക്ക് കൊച്ചിയും, തൃശ്ശൂർ, മലപ്പുറം ടീമുകൾക്ക് മലപ്പുറവും, അതുപോലെ കോഴിക്കോട്, കണ്ണൂർ ടീമുകൾക്ക് ഈ പറഞ്ഞ പോലെ കാലിക്കറ്റ് EMS സ്റ്റേഡിയം ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. മലപ്പുറത്തെ മഞ്ചേരി ആൻഡ് കൊച്ചിയിൽ വെച്ച് JLN സ്റ്റേഡിയത്തിൽ വെച്ചൊക്കെ ആയിരിക്കും മത്സരങ്ങൾ നടക്കുക. ഇനി മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത് ആരൊക്കെയാണ് ഈ ഒരു ഓണേഴ്സ് എന്ന നിലയിൽ വരുന്നത്. ട്രിവാൻഡ്രം വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ട്രാവൻകൂർ റോയൽ ഫാമിലി ഉണ്ട്. അതുപോലെ കോവളം FC, ഇൻഫോസിസ്, കിംസ്, കേരള ട്രാവൽസ്, SFS ഹോംസ് എന്നീ ഗ്രൂപ്പുകൾ ഒന്നിച്ചാണ് ട്രിവാൻഡ്രം ടീമിൻ്റെ ഒരു ഓണേഴ്സ് എന്ന നിലയിൽ വരിക. കൊച്ചി ടീമിലേക്ക് വരുന്ന സമയത്ത് APL അപ്പോളോ ഉണ്ട്. അതിനോടൊപ്പം തന്നെ മഹേഷ് ഭൂപതി, ലാറ ദത്ത എന്നീ ആളുകളുണ്ട്. ഇപ്പം മഹേഷ് ഭൂപതി നമുക്കറിയാം ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു. അതുപോലെ ലാറ ദത്ത വൈഫ് കൂടിയാണ്, ആക്ട്രസ്സാണ്. അപ്പം ഇവർ ഒന്നിച്ചായിരിക്കും ഇത് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോഴത്തേക്കും ശോഭ ആൻഡ് ജോ എന്നീ ആളുകളാണ്. ജോ മാഗ്നസ് സ്പോർട്സ്, മാഗ്നം സ്പോർട്സ് അല്ല കേട്ടോ, മാഗ്നസ് സ്പോർട്സ്, ആദ്യം ഞാനിത് തെറ്റിദ്ധരിച്ചിരുന്നു. അതുപോലെ മലപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് വരുന്നത് ബിസ്മിയാണ്, ബിസ്മി ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഗ്രൂപ്പ്, SIF, പിന്നെ ആഷിഖ് എന്ന് പറയുന്നൊരു പേര് കാണുന്നത്. ഇനി ആഷിഖ് കുര്യനാണോ എന്നുള്ളത് ഇത് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതുപോലെ കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് മുത്തൂറ്റ് ഗ്രൂപ്പ് ഒറ്റ കൂട്ടർ മാത്രമാണ് ഉള്ളത്. അവർക്ക് ഓൾറെഡി മുത്തൂറ്റ് FA എന്ന് പറഞ്ഞിട്ടൊരു അക്കാഡമിയും ടീമും KPL കളിക്കുന്നവരുണ്ട്. അപ്പം അത് തന്നെ ചിലപ്പോൾ മോഡിഫൈ ചെയ്തൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായിട്ട് വരുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ മെയിൻ ഓണേഴ്സിലൊന്ന് വയനാട് യുണൈറ്റഡിൻ്റെ ഓണേഴ്സ് തന്നെയാണ്. ഷമീം ബക്കർ. അതുകൂടാതെ 2 NRIs കൂടിയുണ്ട്. ഖത്തറിൽ നിന്നുള്ള ഹസൻ കുഞ്ഞി ആൻഡ് മിബു നെറ്റിക്കാടൻ എന്ന 2 ഓണേഴ്സ് കൂടിയുണ്ട്. ഇതിനി എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ലീഗായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. മിക്കവാറും 1.5 മാസമോ 2 മാസമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ലീഗ് എന്ന നിലയിൽ. ഇപ്പം ISL ഒക്കെ ആദ്യം വന്ന സമയത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ 2 ടീമുകൾക്കാണ് ഒരു ഹോം കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഹോം അല്ലെങ്കിൽ എവേ ഫോമാറ്റിലാണോ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. മിക്കവാറും ഒരു ഓഗസ്റ്റിലൊക്കെ തുടങ്ങി ISL ഒക്കെ തീരുന്നതിന് മുമ്പ് അവസാനിക്കുന്ന ഒരു രീതിയിലായിരിക്കണം KSLൻ്റെ ഒരു പദ്ധതി. എനിക്കിതിലൊരു ഡ്രോബാക്കായിട്ട് തോന്നിയത് കേരളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടീമുകളെ ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ഗോകുലം കേരള FC പോലെയുള്ള ടോപ്പ് ലെവലിൽ കളിക്കുന്നത്. അപ്പം ഇപ്പം ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഇപ്പോൾ സിനിമയൊക്കെ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ലല്ലോ, ഒരു ഫാൻ ബേസ് ഇത് ചെയ്യുക, അപ്പോൾ ആ ടീമിന് ഒരു സപ്പോർട്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ഒരു ഫുട്ബോളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഇപ്പോൾ പുതുതായിട്ട് ഈ 6 ക്ലബ്ബുകൾ വരുമ്പോഴത്തേക്ക് അവർക്ക് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കേരളത്തിലൊരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ മലബാർ റീജിയനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗോകുലത്തിനും ഒരു ഫാൻസ് ഉണ്ട്. അപ്പം അത് നിലനിർത്തി ബാക്കിയുള്ള ടീമുകളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ എന്ന് എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കാണികൾ എന്ന നിലയിലൊക്കെ മത്സരം കാണാനുണ്ടാകും. പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്ന ലെവലിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഓരോ ക്ലബ്ബുകൾക്കും ഫാൻസ് ആ ഒരു കൾച്ചറിലേക്ക് എത്തേണ്ട ഒരു ഫാക്ടറുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ആദ്യം ഈ ATK വന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ മോഹൻ ബഗാൻ, മുഹമ്മദൻ സലി, ഈസ്റ്റ് ബംഗാൾ ഇങ്ങനെയൊക്കെയുള്ള ക്ലബ്ബുകളുള്ള സ്ഥാനത്ത് അവർക്കാണ് ആ ഒരു ഹ്യൂജ് ഫാൻ ബേസ്. ഇവർക്ക് ഇങ്ങനെ ഒരു മാച്ചസ് കാണും എന്നുള്ള നിലയിലാണ് ആദ്യമൊക്കെ വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ നോക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ആ ഒരു മെർജിങ് ലെവലിലേക്കൊക്കെ എത്തിപ്പെടേണ്ടി വന്നത്. അപ്പം ഞാൻ ആ രീതിയിൽ കൂടി ചിന്തിച്ചതാണ്. ആ ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് ഫുട്ബോളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണല്ലോ. അപ്പം ആ ഒരു ടീമുകളെ കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അത് ആ ഒരു ലീഗിൻ്റെ കൂടി പോപ്പുലാരിറ്റി കൂട്ടാനൊരു സഹായകരമായേനെ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ISLൊക്കെ അല്ലെങ്കിൽ ILയൊക്കെ തുടങ്ങുന്നൊരു സമയമാണ്. അപ്പം ഈ ക്ലബ്ബുകൾക്കൊക്കെ ഫോറിനേഴ്സിനെ വെച്ച് തന്നെ കളിപ്പിക്കാൻ പറ്റും. അതുപോലെ ഒരു പ്രീ സീസൺ എന്ന നിലയിലൊക്കെ അതിനൊക്കെ എടുക്കാൻ അങ്ങനെയൊക്കെയുള്ള കുറേ ഫാക്ടേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ വരുന്നു അതൊക്കെ നമുക്ക് ഉറപ്പായിട്ടും സംസാരിക്കാം. സോ നമുക്ക് ഇനിയും നോക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ ഇതൊരു ലീഗ് എന്ന നിലയിൽ വളർന്നു വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കാൻ.